കനത്ത മറുപടി നൽകാൻ സുസജ്ജമായി ഭാരതം. ഗുജറാത്ത് തീരത്ത് നാവികസേന പരിശീലനം തുടരുകയാണ്. അറബിക്കടലിൽ പാക് നാവികസേനയും പരിശീലനം നടത്തുന്നുണ്ട്. ഇതിനിടെ പാകിസ്ഥാന്റെ യാത്ര സൈനിക വിമാനങ്ങൾക്ക് അനുമതി നിഷേധിച്ച് ഇന്ത്യ വ്യോമാതിർത്തി അടച്ചു. എന്നാൽ പാകിസ്ഥാൻ വഴി എത്തുന്ന വിദേശ വിമാന സർവീസുകൾക്ക് വിലക്കില്ല. വിവരങ്ങൾ നൽകാൻ ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, പാകിസ്ഥാന് കനത്ത മറുപടി നൽകാൻ ഭാരതം സുസജ്ജമാണ്. ഗുജറാത്ത് തീരത്ത് നാവികസേന പരിശീലനം തുടരുന്നു. വിവരങ്ങൾ. എങ്കില് നാവികസേന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അഭ്യാസ പ്രകടനങ്ങൾ ഈ അറബിക്കടലിൽ നടത്തുകയാണ്. ഇത് കൂടാതെ ഫയറിംഗ് ടെസ്റ്റ് ഉൾപ്പെടെയാണ് ഇപ്പോൾ നാവികസേനയുടെ നേതൃത്വത്തിൽ ഈ ഗുജറാത്ത് തീരത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നാളെ വരെ ഈ ഫയറിംഗ് ടെസ്റ്റും അതോടൊപ്പം തന്നെ മറ്റ് അഭ്യാസ പ്രകടനവും തുടരും എന്ന് തന്നെയാണ് നിലവിൽ നാവികസേന വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. കാരണം ഏത് രീതിയിലുള്ള പാകിസ്ഥാന്റെ പ്രകോപനത്തെയും അതേ മാർഗം തിരിച്ചടിക്കുക എന്ന ലക്ഷ്യമാണ് സൈന്യത്തിനുള്ളത്. അതിനാൽ കരസേനയും അതോടൊപ്പം തന്നെ വ്യോമസേനയും മാത്രമല്ല നാവികസേനയും വേണ്ട സജ്ജീകരണങ്ങൾ ഇപ്പോഴത്തെ ഈ പാക് പ്രകോപനത്തിന് മറുപടി നൽകാൻ സജ്ജമാകുന്നു എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഈ സൂറത്ത് തീരത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നാവികസേനയുടെ വ്യോമാഭ്യാസ പ്രകടനം. ഗൗതം, ഒപ്പം തന്നെ പാകിസ്ഥാന്റെ യാത്രാ സൈനിക വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ അനുമതി നിഷേധിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ വഴി എത്തുന്ന വിദേശ വിമാന സർവീസുകൾക്ക് മാത്രമാണ് അനുമതിയുള്ളത്. മറ്റ് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിമാനങ്ങൾക്കൊക്കെ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്, അനുമതി നിഷേധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്നലെ രാത്രിയിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ളൊരു തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരുന്നു. ഭാരതത്തിന്റെ വ്യോമ അതിർത്തിയിലൂടെ ഇപ്പോൾ പാകിസ്ഥാൻ വിമാനങ്ങൾ ഇനി മുതൽ യാത്ര ചെയ്യേണ്ടതില്ല എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഈ മാസം 24-ാം തീയതി വരെയാണ് വ്യോമ അതിർത്തി പാകിസ്ഥാന് മുമ്പിൽ ഇന്ത്യ അടച്ചിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ മാസം 24-ാം തീയതി പാകിസ്ഥാനും ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരുന്നു. ഭാരതത്തിന്റെ വിമാനങ്ങൾ പാകിസ്ഥാൻ വ്യോമ മേഖലയിലൂടെ പറക്കേണ്ടതില്ല എന്നൊരു തീരുമാനം ഇവർ എടുക്കുകയും വ്യോമപാത അടയ്ക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഭാരതവും ശക്തമായ രീതിയിലുള്ള മറുപടി നൽകിയിരിക്കുന്നത്. അതിനാൽ മെയ് 24 വരെ പാകിസ്ഥാന്റെ യാത്രാ വിമാനങ്ങളോ അതല്ലെങ്കിൽ പാകിസ്ഥാന്റെ മറ്റ് സൈനിക വിമാനങ്ങൾക്കോ ഭാരതത്തിന് മുകളിലൂടെ പറക്കാൻ കഴിയില്ല. അതേസമയം തന്നെ പാകിസ്ഥാൻ വഴി സർവീസ് നടത്തുന്ന മറ്റു രാജ്യങ്ങളുടെ വിമാന സർവീസുകൾക്ക് ഭാരതത്തിലൂടെ പോകാം എന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ശരി ഗൗതം, പാകിസ്ഥാന് കനത്ത മറുപടി നൽകാൻ സുസജ്ജമായിരിക്കുകയാണ് ഭാരതം. ഗുജറാത്ത് തീരത്ത് നാവികസേന പരിശീലനം തുടരുകയാണ്. അറബിക്കടലിൽ പാക് നാവികസേനയും പരിശീലനം നടത്തുന്നുണ്ട്. ഇതിനിടെ പാകിസ്ഥാന്റെ യാത്രാ സൈനിക വിമാനങ്ങൾക്ക് ഭാരതം അനുമതി നിഷേധിച്ചു. ഇന്ത്യൻ വ്യോമാതിർത്തി അടച്ചു. എന്നാൽ പാകിസ്ഥാൻ വഴി എത്തുന്ന വിദേശ വിമാന സർവീസുകൾക്ക് വിലക്കില്ല. നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.